ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് സ്റ്റീഫൻ സ്പെൻഡർ എഴുതിയ ദ പൈലോൺസ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. ദ പൈലോൺസ് എന്ന പോം 1933 അദ്ദേഹം എഴുതിയത്. അതുപോലെ 1933 അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ പൈലോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി വഹിക്കുന്ന വയറുകൾ നിലത്തിന് മുകളിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ഉയരമുള്ള ലോഹ ഘടനയാണ് പൈലോൺ. നമുക്ക് പറയാം വൈദ്യുതി വിതരണ ടവറുകളെന്ന്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോത്തിലോട്ട് കടക്കാം. The secret of these hills was stone and cottages of that stone made. അപ്പം ദ പൈലോൺസ് എന്ന പോയത്തിൻ്റെ ആദ്യ വരിയുടെ തുടക്കത്തിൽ തന്നെ കവി പറയുകയാണ് ദ സീക്രട്ട് ഓഫ് ദീസ് ഹിൽസ്, ഈ കുന്നുകളുടെ രഹസ്യം. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലെ പ്രകൃതി സൗന്ദര്യത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ രഹസ്യം എന്ന് പറയുന്നത് എന്തുവാണ്? കല്ലുകൊണ്ട് നിർമ്മിച്ച കുടിലുകൾ. അപ്പോൾ കല്ലുകൊണ്ട് നിർമ്മിച്ചതെന്ന് വിശേഷിക്കപ്പെടുന്ന കോട്ടേജുകൾ പരിസ്ഥിതിയുമായി ഇണങ്ങിച്ചേരുന്ന ലളിതമായ ഗ്രാമീണ ജീവിത രീതിയെയാണ് സൂചിപ്പിക്കുന്നത്. ആൻഡ് ക്രംബ്ലിംഗ് റോഡ്സ് ടേൺഡ് ഓൺ സഡൻ ഹിഡൻ വില്ലേജസ്. അപ്പോൾ എന്താ പറയുന്നത്? മറഞ്ഞിരിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് നയിക്കുന്ന വളഞ്ഞു പുളഞ്ഞ തകർന്ന റോഡുകൾ എന്നിവയെക്കുറിച്ചാണ് കവി പറയുന്നത്. അപ്പോൾ ഈ ക്രംബ്ലിംഗ് റോഡ്സ്, അതായത് ക്രംബ്ലിംഗ് റോഡ്സ് എന്ന് സിംബലൈസ് ചെയ്യുന്നത് ഫേഡിങ് ഓഫ് ദ ഓൾഡ് വേസ് ആൻഡ് ദ ഡിസ്റപ്ഷൻ ഓഫ് ട്രഡീഷണൽ ലൈഫിനെയാണ്. Now over these small hills they have built the concrete that trails black wire pylons. അപ്പോൾ ഈ ചെറിയ കുന്നുകൾക്ക് മുകളിൽ എന്താണ് അവർ ബിൽഡ് ചെയ്തത്? കറുത്ത കമ്പികൾ കടന്നു പോകുന്ന കോൺക്രീറ്റ് അവർ നിർമ്മിച്ചു. അപ്പോൾ ഇത് ആക്ച്വലി ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് സമാധാനപരമായ ഒരു ഗ്രാമീണ ഭൂപ്രകൃതിയിലേക്കുള്ള ആധുനികവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റത്തെയാണ് എടുത്തു കാണിക്കുന്നത്. അപ്പം നമുക്കിവിടെ പറയാം ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ടെക്നോളജി, അതായത് വ്യവസായവൽക്കരണവും സാങ്കേതിക വിദ്യയും. അപ്പം ഈ നാച്ചുറൽ ലാൻഡ്സ്കേപ്പിൽ, ആ ഭൂപ്രകൃതിയിൽ വ്യവസായവൽക്കരണത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കടന്നുകയറ്റത്തിൻ്റെ നേരിട്ടുള്ള ഒരു ഡയറക്റ്റ് റെപ്രസെൻറ്റേഷനാണ് ഈ പൈലോണുകൾ. അപ്പോൾ കുന്നുകളുടെയും ഗ്രാമപ്രദേശങ്ങളുടെയും പ്രകൃതി സൗന്ദര്യത്തിന് അവ തികച്ചും വ്യത്യസ്തമായി നിലകൊള്ളുന്നു എന്ന് കവി പറയുന്നു. അതുപോലെ പ്രകൃതിയും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്നു. അതുപോലെ പ്രകൃതി സൗന്ദര്യവും വ്യവസായവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റവും തമ്മിലുള്ള വിശാലമായ വ്യത്യാസത്തിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വരി. Those pillars bear like nude giant girls that have no secret. അപ്പോൾ എന്താ പറയുന്നത്? that have no secret എന്ന വാചകം പൈലോണുകളുമായി ബന്ധപ്പെട്ട് മറഞ്ഞിരിക്കുന്ന അർത്ഥത്തിൻ്റെയോ ഇല്ലെങ്കിൽ ആകർഷണത്തിൻ്റെയോ അഭാവത്തെ ഊന്നി പറയുന്നു. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു നോക്കിയ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്, അതായത് ഭൂപ്രകൃതി എന്നത് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് എന്താ ഫോക്ലോറും ഹിഡൻ മീനിങ്സ്, അതായത് നാടോടി കഥകളുമായും മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളുമായും പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ബന്ധപ്പെട്ടിരിക്കുന്ന പ്രകൃതി ദൃശ്യവുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു പൈലോൺ. അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് ഹാവ് നോ സീക്രട്ട് എന്നുള്ളത്. ഓക്കെ, അതുപോലെ നഗ്ന ഫീമൻ പെൺകുട്ടികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആ നാച്ചുറൽ വേൾഡിലെ വ്യവസായവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റത്തിൻ്റെ പ്രതീകമാണ്. അതായത് ഭൂപ്രകൃതിയിൽ ആധുനികവൽക്കരണത്തിൻ്റെ സ്വാധീനമാണ് കവി ഇവിടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ പൈലോണുകളുടെ ആ അസ്വാഭാവികം, ഒരു അൺനാച്ചുറലും അതുപോലെ ഭയാനകവുമായ ആ സാന്നിധ്യത്തെ കൂടുതൽ ഊന്നി പറയാൻ വേണ്ടി ഒരു ഓക്സിമറോണിക് ഇല്ലെങ്കിൽ ഒരു ഗ്രൊട്ടസ്ക്യൂ ഇമേജ്, ഒരു വിചിത്രമായ ചിത്രം സൃഷ്ടിക്കാൻ കവി നഗ്ന ഫീമൻ പെൺകുട്ടികൾ എന്ന പദം ഉപയോഗിക്കുന്നത്. അടുത്ത സ്റ്റാൻസിലോട്ട് പോകാം. The valley with its gilt and evening look and the green chestnut of customary road. അപ്പം the valley with its gilt എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തിൻ്റെ ഊഷ്മളവും സ്വർണ്ണ നിറവുമായ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന താഴ്വരയുടെ ഒരു ദൃശ്യമാണ് കവി പകർന്നു നൽകുന്നത് ഈ വരികളിലൂടെ. അതുപോലെ ഈ ഒരു ചിത്രം എന്നത് ആ താഴ്വരയിലെ ശാന്തതയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒരു ചിത്രമാണ്. അപ്പം എന്താണ് ഹിൻറ്റ് ചെയ്യുന്നത്? ഹിൻറ്റിങ് അറ്റ് ദ നൊസ്റ്റാൾജിക്, നമുക്ക് പറയാം ഒരു പാസ്റ്ററൽ നൊസ്റ്റാൾജിക് പാസ്റ്റ് തന്നെയാണ്. ഓക്കെ, അതുപോലെ ചെസ്നട്ട് മരം, അതായത് പാരമ്പര്യത്തിൻ്റെയും പ്രകൃതിയുടെയും ശക്തവും ഒരു സ്ട്രോങ് സിമ്പിളാണ്, ഒരു പ്രതീകമാണ് ഈ ചെസ്നട്ട് മരം. അതുപോലെ കസ്റ്റമർ റൂട്ട് എന്ന വാചകം അതിൻ്റെ ആഴത്തിലുള്ള വേരോട്ടത്തെയും അതുപോലെ ദീർഘകാല സാന്നിധ്യത്തെയും ഊന്നി പറയുന്നു. അപ്പം ഈ ഒരു ലൈൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സെൻസ് ഓഫ് പെർമനൻസ് ആൻഡ് ബിലോങ്ങിങ് ആണ്. ഓക്കെ, ആർ മോക്ക് ഡ്രൈ ലൈക്ക് പാസ്ഡ് ബെഡ് ഓഫ് എ ബ്രൂക്ക്. അപ്പോൾ എന്താ പറയുന്നത്? മോക്ഡ്, അതായത് ഇവിടെ നമുക്ക് പറയാം ശാന്തവും ഒഴുകുന്നതുമായ അരുവിയെ പരിഹസിക്കുകയും വരണ്ടതും തരിശായതുമായ ഒരു കിടക്കയായി മാറ്റുകയും ചെയ്യുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ കഠിനമായ യാഥാർത്ഥ്യത്തെയും പ്രകൃതിയിൽ അതിൻ്റെ സ്വാധീനത്തെയും ചിത്രീകരിക്കുന്നു കവി ഇവിടെ. അതായത് പൈലോണുകൾ താഴ്വരെ പരിഹസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അതായത്
പൈലോണുകൾ താഴ്വരയുടെ മുൻ സൗന്ദര്യത്തെയും മനോഹാരിതയും പരിഹസിക്കുന്നു എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം കിടക്ക എന്നത്, അതായത് വരണ്ട ഒരു അരുവിയുടെ കിടക്ക എന്നത് നമുക്ക് പറയാം ജീവൻ്റെയും അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെയും നഷ്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നതോടെ പൈലോണുകൾ താഴ്വരയുടെ പ്രകൃതി സൗന്ദര്യം കവർന്നെടുത്തു, അതിനെ ബാരൻ അല്ല തരിശയാക്കി എന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വ്യവസായവൽക്കരണത്തിൻ്റെ ആധുനിക കയറ്റങ്ങളാൽ ഗ്രാമപ്രദേശങ്ങളുടെ സൗന്ദര്യം കുറയുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നു എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. അപ്പം അടുത്ത സ്റ്റാൻസയിലോട്ട് നമുക്ക് കടക്കാം. But far above and far as sight endures like whips of anger with lightning's danger, there runs a quick പെർസ്പെക്റ്റീവ് ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ വാക്യം സൂചിപ്പിക്കുന്നത് പൈലോണുകൾ വളരെ ഉയരമുള്ളതാണെന്നും കണ്ണിന് കാണാൻ കഴിയുന്നിടത്തോളം ആകാശത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നും, അതുപോലെ വിപ്സ് ഓഫ് ആങ്കർ അത് ലൈറ്റനിങ് ഡേഞ്ചർ അത് മിന്നലിൻ്റെ അപകടം എന്നിവയും താരതമ്യം സൂചിപ്പിക്കുന്നത് പൈലോണുകൾ ഭൂപ്രകൃതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ്ഫുൾ അതുപോലെ ഒരു ഡിസ്റപ്റ്റീവ് എലമെൻറ്റ് ഇൻ ദ ലാൻഡ്സ്കേപ്പാണ് എന്നതാണ്. അപ്പോൾ വ്യവസായവൽക്കരണം ഗ്രാമപ്രദേശങ്ങളുടെ പ്രകൃതി സൗന്ദര്യവുമായി എങ്ങനെ ഏറ്റുമുട്ടുന്നു എന്ന് കവിതയുടെ വിശാലമായ പ്രമേയമായി ഇത് യോജിക്കുന്ന വരികളാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ പറയുന്നുണ്ട് ക്വിക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സാങ്കേതിക പുരോഗതി ലോകത്തെ പരിവർത്തനം ചെയ്യുന്നതിൻ്റെ വേഗതയെ ഈ വാചകം ഊന്നി പറയുന്നു. അപ്പോൾ കവി എന്താണ് പറയുന്നത്? ഒരു ഗ്രഹാതുരത്തിൻ്റെ ഒരു ബോധം, ഒരു സെൻസ് ഓഫ് നൊസ്റ്റാൾജിയ, അതുപോലെ പാസ്റ്റ് ലൈഫ് അത് പരമ്പരാഗത പാസ്റ്റ് ലൈഫിൻ്റെ നഷ്ടം അവശേഷിക്കപ്പെടും എന്നാണ് കവി പറയുന്നത്. പക്ഷേ ഇവിടെ ക്വിക്ക് പെർസ്പെക്റ്റീവ് അത് ഈ മാറ്റത്തെ ക്വിക്ക് എന്ന് വിശേഷിക്കപ്പെടുന്നു. അത് വേഗതയേറിയ ഒരു ചേഞ്ച്, ഒരു പരിവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. This dwarfs our emerald country by its struck so tall with prophecy. അപ്പോൾ കുള്ളന്മാർ ഡ്വാർഫ്സ് അതായത് ദ പൈലോൺസിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? പൈലോൺസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് ഡ്വാർഫിംഗ് ദ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ്. അതായത് അവ വലുതും കൂടുതൽ ഗംഭീരവുമാണ് പൈലോൺസ്. അപ്പോൾ അവ പ്രകൃതി സൗന്ദര്യത്തെ മറയ്ക്കുന്നു. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് എമറാൾഡ് കൺട്രി. അപ്പോൾ മരതക രാജ്യം എന്നത് ഒരു മെറ്റഫറാണ് ഇവിടെ. അത് എമറാൾഡ് കൺട്രി എന്നത് ട്രഡീഷണൽ നാച്ചുറൽ ബ്യൂട്ടി ഓഫ് ദ ലാൻഡ്സ്കേപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പൈലോണുകൾ നിർമ്മിക്കുന്നതിന് മുമ്പുള്ള മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെയും അതുപോലെ പച്ച കുന്നുകളെയും താഴ്വരകളെയും ഈ വരി അതായത് ഈ എമറാൾഡ് കൺട്രി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അതിൽ ട്രെക്ക് സോ ടാൾ എന്ന് റെഫർ ചെയ്യുന്നത് ആ പൈലോണുകളുടെ ഉയരം, ആ ഫിസിക്കൽ ഹൈറ്റ് ഓഫ് ദ പൈലോണാണ്. അപ്പം ദിസ് ഡ്വാർഫ്സ് അവർ എമറാൾഡ് കൺട്രി ബൈ ഇറ്റ്സ് ട്രക്ക് സോ ടോൾ വിത്ത് പ്രൊഫസി ഡ്രീമിങ് ഓഫ് സിറ്റീസ്. അപ്പോൾ ഉയരത്തിലുള്ള പൈലോണുകളെ വ്യവസായിക യുഗത്തിൻ്റെയും അതിൻ്റെ സാങ്കേതിക പുരോഗതിയുടെയും പ്രതീകമായി കാണുന്നു. അതായത് സിമ്പിൾ ഓഫ് ഇൻഡസ്ട്രിയലൈസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്. അതുപോലെ സോ ടോൾ വിത്ത് പ്രൊഫസി അതായത് ഈ തൂണുകൾ വെറും ഉയരമുള്ളവയല്ല, അവ ഒരു പ്രവചനത്തെ അതായത് ഭാവിയെക്കുറിച്ചുള്ള ഒരു ദർശനത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് കവി പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയലൈസേഷനും ഏർബനൈസേഷനും അതായത് വ്യവസായവൽക്കരണവും നഗരവൽക്കരണവും കൊണ്ടുവരുന്ന ഒരു മാറ്റത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ ഡ്രീം ഓഫ് സിറ്റീസ് അതായത് നഗരങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം, അത് തൂണുകൾ ആകാശത്തേക്ക് എത്തുക മാത്രമല്ല ചെയ്യുന്നത്, അവ നഗരങ്ങളെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്ന് കവി പറയുന്നു. അപ്പോൾ ഇവിടെ ഹിൻഡ് ചെയ്യുന്നത് ആ ഫ്യൂച്ചർ ഓഫ് ദ ഏർബൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്, അതുപോലെ ഗ്രോത്ത് ഓഫ് ഏർബൻ ലൈഫ് എന്നിവയാണ്. അപ്പോൾ സാങ്കേതിക പുരോഗതിയെ ഭാവിയിലേക്കുള്ള പ്രവചനമായും നഗര കേന്ദ്രങ്ങളുടെ വളർച്ചയായും കാണുന്നു. അതുപോലെ ഭാവിയിലേക്കുള്ള ഒരു വീക്ഷണത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ആകാശത്തേക്ക് ഉയരുകയും വൈദ്യുതി ലൈനുകൾ വഹിക്കുകയും ചെയ്യുന്ന പൈലോണുകൾ വെറും ഘടനകളായല്ല, മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള ഒരു സന്ദേശത്തിന് പകരമാണ്, പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളുടെ ഉയർച്ചയായും വിഭാവനം ചെയ്യപ്പെടുന്നു എന്നാണ് കവി ഇവിടെ പറയുന്നത്. Where often clouds shall lean their swan white neck. അപ്പം സ്വാൻ വൈറ്റ് നെക്ക് എന്ന ഇമജറി നാച്ചുറൽ വേർഡിൻ്റെ സൗന്ദര്യവും ചാരുതയും ഉണർത്തുന്നു. അപ്പോൾ പ്രകൃതിയുടെ ശാന്തതയെ സൂചിപ്പിക്കുന്ന ഒരു മനോഹരവും ശാന്തവുമായ ചിത്രമാണിത്. അത് കവിത ഈ പ്രകൃതി സൗന്ദര്യത്തെ വ്യവസായവൽക്കരണത്തിൻ്റെ കടന്നുകയറ്റവുമായി സംയോജിപ്പിക്കുകയാണ്. അതായത് സ്വാൻ ലൈക്ക് പോസ്റ്റർ എന്ന് സിംബിളൈസ് ചെയ്യുന്നത് നാച്ചുറൽ വേർഡിൻ്റെ റെസിലിയൻസ് ബ്യൂട്ടിയുമാണ്. അതുപോലെ പൈലോൺ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻട്രൂഷൻ ഓഫ് ഹ്യൂമൻ ഇൻഡസ്ട്രിയാണ്. അത് മനുഷ്യ വ്യവസായത്തിൻ്റെ കടന്നുകയറ്റത്തെ പ്രതിനിധീകരിക്കുന്നു.
അപ്പോൾ നമുക്ക് പറയാം ആധുനിക നഗരങ്ങളുടെ ചുരുക്കത്തിൽ ആധുനിക നഗരങ്ങളുടെ വയറുകൾ വഹിക്കുന്ന ഈ പൈലോണുകൾ താഴ്വരയുടെ ശാന്തമായ അന്തരീക്ഷത്തിലേക്കുള്ള കടന്നുകയറ്റമായി കവി കാണപ്പെടുന്നു. അതുപോലെ പരമ്പരാഗത ഭൂപ്രകൃതിക്ക് പകരം വ്യവസായിക ഘടനകൾ വരുമ്പോൾ കവിത നഷ്ടത്തിൻ്റെയും തടസ്സത്തിൻ്റെയും ഒരു സെൻസ് ഉണർത്തുന്നു. അത് ഭൂതകാലത്തിലെ ഒരു നമുക്ക് പറയാം, ഇതിന് ഈ കവിതയിൽ പറയുന്നുണ്ട് ചെസ്റ്റ്നട്ട്, അതുപോലെ മറിഞ്ഞിരിക്കുന്ന ഗ്രാമങ്ങൾ എന്നിവയ്ക്കായി മേ ബി കവി കൊതിക്കുന്നതായി നമുക്ക് പറയാം. അതുപോലെ പൈലോണുകളുടെ നെഗറ്റീവ് ചിത്രീകരണം ഉണ്ടായിരുന്നിട്ടും ഭാവിയെക്കുറിച്ചുള്ള ഒരു ദ്രുത വീക്ഷണകോണിലേക്കും കവിത സൂചന നൽകുന്നുണ്ട്. ഒരു ക്വിക്ക് പെർസ്പെക്റ്റീവ്, ഫ്യൂച്ചർ പെട്ടെന്ന് വളരുന്നതായിട്ട്, ഒരു ഏർബൻ ഡെവലപ്മെൻറ്റ്, പ്രോഗ്രസ് ഓഫ് ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് എന്നിവയെക്കുറിച്ചും കവിത പറയുന്നുണ്ട്. I hope you are clear with this explanation. Thank you. Have a nice day.